എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ത്രോട്ട് ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. പനി വിട്ടിട്ടുണ്ട്, എന്നാലും വല്ലാത്ത ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പേഴ്സണൽ റീഡിങ്സൊക്കെ കുറച്ചേ എടുക്കുന്നുള്ളൂ, പറ്റുന്ന പോലെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കായിട്ടൊരു കുഞ്ഞ് റീഡിംഗ് ആണ് ഉദ്ദേശിച്ചത്. തോട്ട്സ് നോക്കിയിട്ട് ഒരുപാട് നാളായി. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ തോട്ട്സ് നിങ്ങൾക്കായിട്ട് എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. കുഞ്ഞ് റീഡിംഗ് ആയിട്ട് ചെയ്യാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ്. കുറച്ച് സമയം തരണം. ഹെൽത്ത് കുറച്ച് വീക്കാണ്, അതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് റീഡിങ് എടുക്കുന്നുള്ളൂ. ഓക്കെ, പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യൂ. സമയം ഞാൻ പറയാം. ഓക്കെ, റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഒരു വ്യക്തിയുണ്ട്. എൻ്റെ വ്യൂവേഴ്സിന് അവരെ വലിയ ഇഷ്ടമാണ്. ആ വ്യക്തിയുടെ കറണ്ട് തോട്ട്സ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്താണെന്നൊന്ന് പറഞ്ഞു തരും. അവർ ഏറ്റവും ആദ്യമേറിയ ചിന്തകളിൽ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി എന്താണ് അവർ ആലോചിക്കുന്നതെന്ന് പറഞ്ഞത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഏറ്റവും ആഴമേറിയ ചിന്തകളിൽ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്താണ് കാണുന്നത്. എടുക്കട്ടെ. 3 of Swords, 2 of Cups, wow, good. 9 of Wands, Magician, very good. Ace of Pentacles, Star, good. Empress, very good. Page of Pentacles, 9 of Cups, Lovers, 6 of Pentacles, 4 of Swords, ടെമ്പറൻസിൻ്റെ തൊട്ട് താഴെ ഏസ് ഓഫ് കപ്സ് ആയിരുന്നു കേട്ടോ. അതായത് നിങ്ങൾ ഒരു ടെമ്പററി ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, രണ്ടുപേരും ചെറിയ തടസ്സങ്ങൾ കാരണം വിട്ടു നിൽക്കുന്നതായിട്ട് കാണുന്നു. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അവിടെ ഇരുന്നുകൊണ്ട് റീയൂണിയനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എത്രയും വേഗം നിങ്ങളുമായിട്ട് റീയൂണിയൻ വേണം എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തടസ്സങ്ങളിൽ പെട്ട് നിൽക്കുക തന്നെയാണ്, തടസ്സങ്ങൾ ഒഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. പക്ഷെ അവർ ചിന്തിക്കുന്നത് പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലർക്കെങ്കിലും അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ തേർഡ് പാർട്ടി പറയുമ്പോൾ പാരൻ്റൽ പ്രഷർ ആവാം, അല്ലെങ്കിൽ സ്പൗസ് കുട്ടികൾ, അങ്ങനത്തെ ആവാം. ഓക്കെ, നിങ്ങളുടെ നിന്നും അവർ ബ്രേക്കപ്പ് ചെയ്ത് പോയി, പക്ഷേ അവർക്ക് നിങ്ങളെ മറക്കാനോ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകാനോ സാധിച്ചില്ല. ഓക്കെ, എന്തു ചെയ്യുമ്പോഴും കണ്ണടച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം, വെറുതെ ഇരുന്നാൽ നിങ്ങളുടെ മുഖം, എന്തു ചെയ്യുമ്പോഴും നിങ്ങളുടെ മുഖം തന്നെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത് മായ്ച്ചു കളയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അവർ വിട്ടുപോയതുപോലെ അവർക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കാണാതിരിക്കാൻ ഇനി സാധിക്കില്ല, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു താരമാണ്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു അവർക്ക് നല്ല കാലം. നിങ്ങൾ പെട്ടെന്ന് അവരിൽ നിന്നും വിട്ടുപോയപ്പോൾ എല്ലാം തകിടം മറിഞ്ഞൊരവസ്ഥയായി അവർക്ക്. അവർ മനസ്സിലാക്കി അവരുടെ ലൈഫിൽ നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് പോസിബിൾ അല്ല. നിങ്ങൾക്ക് പകരം വയ്ക്കാനായിട്ട് അവരുടെ ലൈഫിൽ ആരുമില്ല, ഒന്നുമില്ല എന്ന് അവർ മനസ്സിലാക്കി. നിങ്ങളുടെ സ്നേഹം അവർ വല്ലാതെ മിസ്സ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ആ കൊടുക്കുന്ന കെയർ, നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ ചിരി, നിങ്ങളുടെ സംസാരം എല്ലാം അവർ മിസ്സ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് വീണ്ടും കോണ്ടാക്റ്റിൽ വരാനാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവർ അപ് ടു ഡേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പിക്ചേഴ്സ് ഇവരുടെ കൈവശം ഉണ്ടെങ്കിൽ ഇവരിടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ചിന്തകളിൽ റീയൂണിയൻ, റീകൺസിലിയേഷൻ തന്നെയാണ് പ്രബലമായിട്ട് കാണുന്നത്. 9 ഓഫ് കപ്സ് വെച്ച് അവർ മനസ്സിലാക്കി നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അവർക്ക് ജീവിതത്തിലും മറ്റെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ അതിലൊന്നും ഒരു അർത്ഥവും ഇല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹത്തോടെ വരണം.
വന്ന് നിങ്ങളെ ചേർത്ത് നിർത്തണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം എന്നൊരു സ്ട്രോങ് ഫീലിംഗാണ് അവർക്ക് കിട്ടുന്നത് കേട്ടോ. കാരണം നിങ്ങളെ വിട്ടു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, ഭ്രാന്തമായൊരു സ്നേഹം തോന്നുകയാണ്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. സ്നേഹം തന്ന സ്നേഹം കൈപ്പറ്റണം എന്നവർ ചിന്തിക്കുന്നു. നിങ്ങളെ വിട്ടു പോയതിന് ശേഷം അവർക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. ആ സ്ട്രെസ്സ്, രാത്രി മൊത്തം എണീറ്റിരുന്ന ആലോചന, ആ രീതിയിലാണ് അവർ ഇത്രയും നാൾ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ആലോചിച്ച് അവരുടെ മനസ്സ് ഒരു ക്ലാരിറ്റി കണ്ടെത്തിയിരിക്കുന്നു. അവരുടെ മനസ്സൊരു ബാലൻസിലെത്തിയിരിക്കുന്നു. അവർക്ക് ഒരു വ്യക്തത കൈവന്നിരിക്കുന്നു. ഇനി നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് കേട്ടോ. ഷഫിൾ ചെയ്യാം. മെമ്മറി കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. കുഞ്ഞ് റീഡിങ് ചെയ്യുന്നത്. ടു ഓഫ് വാൻസ്, പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടും ക്രോസ് റോഡ്സിൽ അവർ നിന്നതായിട്ടും കാണുന്നു കേട്ടോ. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കണം ഇവർ നിങ്ങളെ വിട്ടുപോയതും നിങ്ങളും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് എത്തിയതും. പക്ഷെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. ശരിയാക്കി എടുക്കാൻ വേണ്ടി എന്ത് എഫേർട്ടാണോ അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് അത് ചെയ്യാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവരുടെ മനസ്സിൽ. എങ്ങനെയെങ്കിലും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം, തിരിച്ച് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കി നിങ്ങളുമായിട്ടൊരു റിയൂണിയനിൽ എത്തണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലും ആയിരിക്കാൻ സാധ്യത. എൻ്റെ ലോങ് ഡിസ്റ്റൻസിൽ തേർഡ് പാർട്ടി അവരുടെ കൂടെ ഉള്ളതായിട്ടും കാണുന്നു. പക്ഷെ അവർ നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്ത് വരാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് കാണുന്നത്. നിങ്ങളെ അവർക്ക് റെസ്പെക്റ്റാണ്, സ്നേഹമാണ്, അട്രാക്ഷനാണ്, എല്ലാം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളെന്നും അവരുടെ കൂടെ വേണം. നിങ്ങളെ അവർ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, എന്ത് കാര്യങ്ങളും അവർക്ക് നിങ്ങളോടൊന്ന് ചോദിച്ച് കൺഫേം ചെയ്താലേ ഒരു സമാധാനമുള്ളൂ. അങ്ങനെയാണ് നിങ്ങളുമായിട്ട് അവർ കണക്റ്റഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടു പോകാൻ അവർക്ക് സാധിക്കില്ല എന്ന് തന്നെ അവർ കരുതുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ വിഷമിപ്പിച്ചു എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ അടുത്ത് സ്നേഹമായി സംസാരിച്ച് നിങ്ങളെ അനുനയിപ്പിക്കണം എന്നും അവർ കരുതുന്നുണ്ട് കേട്ടോ. അതേപോലെ 6 ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ ചിന്തകൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. തോട്ട്സിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖം, നിങ്ങൾ ഇടപെട്ട കാര്യങ്ങൾ, നിങ്ങളോട് കൺസൾട്ട് ചെയ്ത കാര്യങ്ങൾ, നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ റൊമാൻറ്റിക് മൂമെൻറ്റ്സ്, അങ്ങനെ എല്ലാം തന്നെ ഇവർക്ക് വീണ്ടും വീണ്ടും ചിന്തകളിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ഉറക്കമില്ലാത്ത അവസ്ഥ തന്നെയാണ്. എണീറ്റിരുന്ന് നിങ്ങളെപ്പറ്റി ചിന്തിക്കുക, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, ഇത് തന്നെയാണ് അവരുടെ ഒരു രാത്രി കടന്നു പോകാൻ അവർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവർക്ക് റിയലൈസേഷൻ വന്നത് നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളത്. അവർ ഒരു ഒറ്റപ്പെടലാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് മാനസികമായിട്ട്. ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുമ്പോഴും ഇവരിങ്ങനെ ലോസ്റ്റായിട്ട് ചിന്തിച്ചിരിക്കുന്നതായിട്ട് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അവർ ചോദിക്കുന്നുണ്ടായിരിക്കും എന്തായി ചിന്തിച്ച് കൂട്ടുന്നതെന്നുള്ള രീതിയിൽ. ഓക്കെ, ചിന്തകളിൽ എന്താണ് നിങ്ങളുടെ മുഖം തന്നെയാണ്. കാരണം റിലേഷൻഷിപ്പ് വഷളാക്കി അതിന് ശരിയാക്കി എടുക്കണം എന്നുള്ള ചിന്തയുണ്ടല്ലോ, അത് തന്നെയാണ് അവർക്ക് ഈ സമയം മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓരോ സിറ്റുവേഷൻസിലാകെ സ്റ്റക്കായി പോയൊരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒന്ന് വിട്ടു നിൽക്കേണ്ടി വന്നത്. ഓക്കെ, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം അവർക്കൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അങ്ങനെ അവർ സ്റ്റക്കായി നിന്നു പോയതാണ്. പക്ഷെ ഇപ്പോൾ ആ സിറ്റുവേഷൻ മാറി അവർക്ക് ആ ഒരു മെൻ്റൽ ക്ലാരിറ്റി ലഭിച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആ സമയത്ത് നിങ്ങളെ അവർ വല്ലാതെ മിസ് ചെയ്തു. അപ്പോഴാണ് ഇവർ മനസ്സിലാക്കിയത് നിങ്ങൾ അവർക്ക് എത്രമാത്രം വിലപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളത് നിങ്ങളെ വിട്ട് നിന്ന ആ സമയത്താണ് അവർ മനസ്സിലാക്കിയത്. ഓക്കെ, എന്ത് തന്നെ ആയാലും ആ സിറ്റുവേഷൻ അവരവസാനം കുറിച്ചിട്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് എത്തണം എന്ന് തന്നെ അവരിപ്പോൾ ഉറച്ച് തീരുമാനിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. എന്ത് ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണെങ്കിലും അതൊരു ഗുഡ് ലക്ക് സിറ്റുവേഷനിലേക്ക്, ആ സിറ്റുവേഷനെല്ലാം മാറി ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പെർഫെക്റ്റ് ബാലൻസിൽ എത്തിക്കണം. നിങ്ങളുടെ റിലേഷനിൽ ന്യായമായിട്ട് നിങ്ങളോട് എന്താണോ പ്രവർത്തിക്കേണ്ടത് അത് ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് അവർ കേട്ടോ, അതവർ മനസ്സിലാക്കുന്നുണ്ട്. അത് ആ ഒരു എന്താ പറയുക, അത്
അവരുടെ തെറ്റാണെന്ന് അവർ ഓൺ ചെയ്യുന്നുണ്ട്. അവരുടെ മാത്രം തെറ്റാണ് നിങ്ങളെ വിട്ട് നിൽക്കേണ്ടി വന്നത് എന്നവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ തെറ്റ് ശരിയാക്കണം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തുന്നതിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എത്രയും വേഗം ഒരു റീയൂണിയൻ അറ്റംപ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. അവരൊന്നുകിൽ നിങ്ങളെ കോൾ ചെയ്യും, മെസ്സേജ് ഇടും, അല്ലെങ്കിൽ നേരിട്ട് പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വരുന്ന സമയത്ത് ഇവർ ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു പുതിയ തുടക്കം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെയാണ് അവരുടെ തോട്ട്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല തോട്ട്സ് തന്നെയാണ്. എല്ലാവർക്കും അത് വലിക്കട്ടെ, നല്ലതായി വരട്ടെ. എല്ലാവരുടെയും ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ മാറി റീകൺസിലിയേഷൻ റീയൂണിയനിലേക്ക് എത്തട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും മതി. ഓക്കെ, ഈ ഒരാഴ്ച കഴിയട്ടെ, അടുത്ത ആഴ്ച മുതൽ നമുക്ക് റെഗുലറായിട്ട് റീഡിങ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്ക് ഹെൽത്ത് ഒന്നുകൂടെ മെച്ചമാവുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ, സമയം പോലെ ചെയ്തു തരാം. ഓക്കെ, അധികം എടുക്കുന്നില്ല, ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും കൂടെ ഒന്ന് ചെയ്ത് തരണം കേട്ടോ. ലൈക്ക് ചെയ്താലേ നമുക്ക് ഹൈപ്പിൻ്റെ ഓപ്ഷൻ വരുള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണാൻ വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.